സ്നേഹമുള്ളവരെ, നോവിൻ്റെ നോമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് കുരിശിൻ്റെ വഴിയിലെ 4-ാമത്തെ സ്ഥലമാണ്. കുരിശിൻ്റെ വഴിയുടെ പുസ്തകത്തിലെ ഈ 4-ാമത്തെ സ്ഥലം വായിക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്. അവർ പരസ്പരം നോക്കി, അമ്മയും മകനും സംസാരിക്കുന്നില്ല. ഇന്ന് 3 കഥാപാത്രങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് മകനെ നോക്കുന്ന ഒരമ്മ. കുറച്ചുകൂടി പൊതുവായിട്ട് പറഞ്ഞാൽ മകനെ നോക്കുന്ന മാതാപിതാക്കന്മാർ. കുരിശിൻ്റെ വഴിയിലാണ് ഇവർ നോക്കുന്നത്. ഈ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കാത്തൊരു കുഞ്ഞിൻ്റെ അവസ്ഥയിൽ പ്രായപൂർത്തിയാവുന്നത് വരെ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് അമ്മയെ നോക്കുന്ന മകൻ. കുറച്ചും കൂടി വിപുലമായിട്ട് പറഞ്ഞാൽ മാതാപിതാക്കന്മാരെ നോക്കുന്ന മകൻ. ഇവിടെയും കുരിശിൻ്റെ വഴിയിലാണ് മകൻ അമ്മയെ നോക്കുന്നത്. മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കാത്ത ഒരു സമയം. അതിനെ വാർദ്ധക്യമെന്ന് വിളിക്കാറുണ്ട്. ആ സമയത്ത് മക്കൾ മാതാപിതാക്കന്മാരെ നോക്കുന്നു. ഇന്ന് എനിക്ക് പറയുവാനായിട്ട് കഥകളൊന്നുമില്ല, കാരണം യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊല്ലുവാനായിട്ട് മടിയില്ലാത്ത അമ്മമാരുള്ള ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. അതുപോലെ തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ നിന്ന് അടിച്ചിറക്കുന്ന വാർദ്ധക്യങ്ങളെ പറ്റിയുള്ള വാർത്തകൾ വർത്തമാന പത്രങ്ങളിൽ സ്ഥിരമാണ്. വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത് നമ്മൾ വളരെ വിരളമായിട്ട് കാണുന്ന സംഭവ വികാസങ്ങളാണ്. ഭൂരിഭാഗം പേരും പരസ്പരം നോക്കുന്നവരാണ്. എന്നാൽ ഇവിടെ 3-ാമത്തെ ക്യാരക്ടറാണ് ഇല്ലാത്തത്. 3-ാമത്തെ ക്യാരക്ടർ നിശബ്ദതയാണ്. അവർ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. അവർ പരസ്പരം നോക്കുന്നേ ഉള്ളൂ. ഇന്ന് പല കുടുംബങ്ങളിലും മക്കളെ നോക്കുവാനായിട്ട് തയ്യാറാണ് മാതാപിതാക്കന്മാർ. മാതാപിതാക്കന്മാരെ നോക്കുവാനായിട്ട് തയ്യാറാണ് മക്കൾ. പക്ഷേ അവിടെ ഇല്ലാതെ പോകുന്നത് ഈ ഒരു നിശബ്ദതയാണ്. പലപ്പോഴും അന്തിച്ചന്തയിലെ ചില വിലപേശലുകൾ, ലേലം വിളികൾ, ഇതെല്ലാം നമുക്ക് കുടുംബങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിശബ്ദമായിട്ട് പരസ്പരം നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? എൻ്റെ ദൈവമേ, പലപ്പോഴും ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ടും നിർവഹിക്കുമ്പോഴും നിശബ്ദതയിലേക്ക് വളരുവാനായിട്ട് ഞാൻ തോറ്റുപോവുകയാണല്ലോ. ഈശോയെ, നിശബ്ദതയിലേക്ക് വളരുവാനായിട്ട് നിൻ്റെ തിരുമുറിവുകളെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.